ഹമാസുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ദിവസം വാർത്തകൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം, അതിനുശേഷം ഇന്ന് ഏറ്റവും ഒടുവിൽ മുഹമ്മദ് ദയൂഫിൻ്റെ കൊലപാതകം. ഹമാസിൻ്റെ ഏറ്റവും പ്രമുഖരായ രണ്ട് നേതാക്കളാണ് ഈ 2 ദിവസത്തിനിടെ മണിക്കൂറുകൾക്കിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ദവസാബ്, ഇത് ഹമാസിൻ്റെ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണോ ഈ 2 കൊലപാതകങ്ങൾ? അല്ല, ഒന്നാമത് ഈ മുഹമ്മദ് ദൈഫിൻ്റെ കൊലപാതകം എന്ന് പറയുന്നത് ഇസ്രായേൽ ജൂലൈ 13 കൊന്നു എന്ന് അവർ ഇന്ന് അറിയിക്കുകയാണ് ചെയ്യുന്നത്. അത് ഇനിയും കൺഫേം ചെയ്യപ്പെട്ടിട്ടുള്ളൊരു വാർത്തയല്ല. എന്നുവെച്ചാൽ ജൂലൈ 13 സ്ട്രൈക്ക് നടത്തി അന്ന് തന്നെ അവർ മുഹമ്മദ് ദൈഫിനെ കൊന്നു എന്ന് പറയുന്നുണ്ട്. ഹമാസ് അന്നതിനെ നിഷേധിച്ചിട്ടുണ്ട്. ഇപ്പം അത് കൺഫേം കൊണ്ടുള്ള IDFൻ്റെ പ്രസ്താവന വന്നിരിക്കുകയാണ്. അതെന്താണ് അതിൻ്റെ ശരിയായതെന്നുള്ളത് ഇനിയും ക്ലാരിറ്റി വരേണ്ട കാര്യമാണ്. ഇസ്മായിൽ ഹാനിയയുടെ കൊലപാതകം ടെഹ്റാനിൽ വെച്ചാണ് നടന്നിട്ടുള്ളത്. അത് ഇസ്രായേൽ അത് ക്ലെയിം ചെയ്തിട്ടില്ല. പക്ഷേ എല്ലാവർക്കും അറിയാം ഇസ്രായേലിൻ്റെ തന്നെ ഒരു ഓപ്പറേഷൻ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇത് ഈ പറയുന്ന കൊലപാതകങ്ങൾ ഇന്നിപ്പോൾ ഹാരറ്റ്സിൽ ഇതിനെക്കുറിച്ച്, ഹാരറ്റ്സ് എന്ന് പറയുന്നത് ഈ നെതന്യാഹുവിനെ വിമർശിക്കുന്ന ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരു ഇസ്രായേലി പത്രമാണ്. ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഇസ്രായേലി പത്രമാണ്. അതിൽ ഇതിനെ വിശകലനം ചെയ്തുകൊണ്ടുള്ള ലേഖനം തുടങ്ങുന്നത് ഈ ഒളിമ്പിക്സിൽ അസാസിനേഷൻ എന്നുള്ളത് ഒരു സ്പോർട്ടിംഗ് ഐറ്റമായിട്ട് വെക്കുകയാണെങ്കിൽ നെതന്യാഹുവാണ് ഗോൾഡ് മെഡൽ നേടുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ നിലക്ക് ഇസ്രായേൽ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെയുള്ള ടാർഗറ്റ് അസാസിനേഷൻ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം മാത്രമല്ല, ഈ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ടൊരു കമാൻഡർ ഫുവാദ് ഷുക്രി എന്ന് പറയുന്ന ആൾ ബെയ്റൂത്തിൽ കൊല്ലപ്പെടുന്നുണ്ട്. അപ്പോൾ ഫുവാദ് ഷുക്രിയുടെ കൊലപാതകവും ഇസ്മായിൽ ഹനിയുടെ കൊലപാതകവും 7 മണിക്കൂറിനുള്ളിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇസ്രായേലിനകത്തുള്ളൊരു റിപ്പർക്കഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നെതന്യാഹു എന്ന് പറയുന്ന അടുത്ത ഏറ്റവും അൺപോപ്പുലർ ആയിട്ടുള്ളൊരു നേതാവായി മാറിയിരുന്നു ഒക്ടോബർ 7 ശേഷം. പക്ഷേ ഇന്ന് ഇസ്രായേൽ ഏറ്റവും വീരാരാധനയുള്ള ഒരു നേതാവായി നെതന്യാഹു മാറി എന്നുള്ളതാണ്. ഷുക്രിയെ കൊല്ലുന്നു, ഇസ്മായിൽ ഹനിയെ കൊല്ലുന്നു. അതിന് ഒരാഴ്ച മുമ്പാണ് യമനിൽ ബോംബിട്ട് അൽ ഹുദൈദ പോർട്ട് കത്തിക്കുന്നു. അങ്ങനെ നെതന്യാഹു അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിൽ ഏറ്റവും മോശം കാലത്തെ മറികടന്ന് അയാൾ വീരപരിവേഷത്തോടുകൂടി നിൽക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേലി പൊളിറ്റിക്സിനകത്തുണ്ടായിട്ടുള്ളൊരു കാര്യം. പക്ഷേ ഇതിനൊരു ലാർജർ കോണ്ടെക്സ്റ്റിൽ കാണുമ്പോൾ ഇപ്പോൾ ഹമാസിനെ തകർക്കുക, ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ള ഇസ്രായേലിൻ്റെ സ്റ്റേറ്റഡ് പോളിസിയാണ്. അവരത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ ഭാഗമായിട്ട് നേതാക്കന്മാരെ കൊല്ലും, അവരെവിടെയാണെങ്കിലും കൊല്ലും. ഇപ്പോൾ പലസ്തീൻ ടെറിട്ടറിക്കകത്ത് മാത്രമല്ല, ലോകത്ത് എവിടെയാണെങ്കിലും അവരെ കൊല്ലും എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഔദ്യോഗിക നേതൃത്വം തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഹമാസിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു കാര്യം നേതാക്കന്മാരെ കൊല്ലുന്നതിലൂടെ നടക്കുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാരെക്കാൾ കൂടുതൽ കൊല്ലപ്പെട്ട നേതാക്കളാണ് അതിനുള്ളത്. അതിൻ്റെ സ്ഥാപകനായുള്ള അഹമ്മദ് യാസീൻ, ശേഷം ആ സ്ഥാനം ഏറ്റെടുത്തുള്ള ഡോക്ടർ റന്തീസി, അവരെ കൊല്ലുകയാണ് ഉണ്ടായത്. പിന്നീട് സ്ഥാനം ഏറ്റെടുത്തുള്ള ഖാലിദ് മിഷേലിനെ കൊല്ലാൻ ശ്രമിച്ച് പരാജയപ്പെടുകയും അതിന് നഷ്ടപരിഹാരം വരെ കൊടുക്കേണ്ടി വരികയൊക്കെ ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഖാലിദ് മിഷേൽ 2 ടേം പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇസ്മായിൽ ഹനിയ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അദ്ദേഹത്തെയും കൊന്നിരിക്കുകയാണ്. എന്ന് മാത്രമല്ല അതിൻ്റെ സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ പെട്ട വേറെയും ഒരുപാട് അതിൻ്റെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയും മിലിറ്ററി ലീഡേഴ്സിനെയും ഡസൺ കണക്കിന് ലീഡേഴ്സിനെ ഇസ്രായേൽ കൊന്നിട്ടുണ്ട്. പക്ഷേ ഹമാസ് എന്നുള്ളത് ഫലസ്തീനികൾക്കിടയിലും ഏറ്റവും പോപ്പുലറായിട്ടുള്ളൊരു സംഘടനയായിട്ട് ഇന്നും നിലനിൽക്കുകയാണ്. പക്ഷേ ഈ കൊലപാതകങ്ങൾ കൂടുന്നതനുസരിച്ച് ഹമാസിൻ്റെ പോപ്പുലാരിറ്റി ഫലസ്തീനികൾക്കിടയിൽ മാത്രമല്ല അറബ് ലോകത്ത് കൂടിക്കൊണ്ടിരിക്കുക. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈ ഹനിയയുടെ കൊലപാതകത്തിലൂടെ സംഭവിച്ചൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം ഖത്തർ വിദേശകാര്യമന്ത്രി നടത്തിയൊരു പ്രസ്താവനയുണ്ട്. നമ്മളെങ്ങനെയാണ് ഒരു സമാധാനത്തിലേക്ക് എത്തുക? ഖത്തർ പ്രധാനമന്ത്രി നമ്മളെങ്ങനെയാണ് ഒരു സമാധാനത്തിലേക്ക് എത്തുക? നമ്മളൊരു മീഡിയേറ്റിംഗ് ടേബിളിൽ ഇരിക്കുകയാണ്. പക്ഷേ അതിലൊരു കക്ഷി അപ്പുറത്തിരിക്കുന്ന മീഡിയേറ്ററെ കൊല്ലുക എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് സമാധാനം സാധ്യമാവുക എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹമാസ് എന്ന് പറയുന്ന സംഘടന 87 രൂപം കൊള്ളുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. അത് രൂപം കൊള്ളുന്ന കോണ്ടെക്സ്റ്റ് എന്താണ്? അന്ന് PLO ഉണ്ട്. PLO എന്ന് പറയുന്നത് പലസ്തീനികളുടെ മുഴുവൻ സംഘടനകളുടെയും കോർഡിനേഷനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ് ഫത്തഹ്. അവരുണ്ടായിരിക്കെ ഈ ഹമാസ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഫത്തഹ് ഇസ്രായേലുമായിട്ട് നെഗോഷിയേഷനിലേക്ക് പോവുകയാണ്, ചർച്ചകളിലേക്ക് പോവുകയാണ്. ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാം എന്നുള്ളൊരു ആശയം വരുന്നു. ഹമാസ് എടുക്കുന്ന പൊസിഷൻ എന്താണ്? ഇസ്രായേലുമായിട്ട് ചർച്ച സാധ്യമല്ല. ഒരു പൊളിറ്റിക്കൽ നെഗോഷിയേഷനിലൂടെ നമുക്ക് സമാധാനം കൊണ്ടുവരുന്ന ഒരു സംഘം, ഒരു എൻറ്റിറ്റി അല്ല ഇസ്രായേൽ. ഇസ്രായേലിന് ശക്തിയുടെ ഭാഷ മാത്രമേ അറിയുള്ളൂ. അവരെങ്ങാനും നിങ്ങളൊരു നെഗോഷിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കുമേൽ ശക്തി പ്രയോഗിക്കണം. അതായത് ആംഡ് സ്ട്രഗിളിലൂടെ അല്ലാതെ
ഈ പറയുന്ന റെസിസ്റ്റൻസിലൂടെ അല്ലാതെ ഇസ്രായേലിനെ നെഗോഷിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇസ്രായേലിന് ശക്തിയുടെ ഭാഷ, ആയുധത്തിൻ്റെ ഭാഷ മാത്രമേ മനസ്സിലാവൂ എന്നുള്ള ഒരു പൊസിഷനാണ് എടുത്തുകൊണ്ടാണ് ഹമാസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഹമാസിൻ്റെ ആ പൊസിഷൻ വീണ്ടും റീഇൻഫോഴ്സ് ചെയ്യപ്പെടുകയാണ്. കാരണം എന്താണ്, നെഗോഷിയേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ആ നെഗോഷിയേഷൻ്റെ ഭാഗമായിട്ടുള്ള, മാധ്യസ്ഥ ചർച്ചയുടെ ഭാഗമായിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡറെ മറ്റൊരു രാജ്യത്ത് വെച്ച് എന്താണ് ടാർഗറ്റഡ് അസാസിനേഷൻ എന്ന് പറയുന്ന പ്രക്രിയയുടെ കൊല്ലുകയാണ്. അതും അദ്ദേഹം അവിടെ ഒരു സ്റ്റേറ്റ് ഗസ്റ്റായിട്ട് ചെല്ലുകയാണ് ചെയ്യുന്നത്. അവിടെ മനസ്സിലാക്കണം, അവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സംബന്ധിക്കാൻ പോയിട്ടുള്ള ആ രാജ്യത്തിൻ്റെ അതിഥിയാണ്. അങ്ങനെ ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ആധുനികമായിട്ടുള്ള ഈ ഇൻ്റർനാഷണൽ ലോ അല്ലെങ്കിൽ ഈ പരിഷ്കൃത സമൂഹം കാത്തു സൂക്ഷിക്കുന്ന ഒരു മാനേഴ്സും ഇസ്രായേലിന് ബാധകമല്ല. രാഷ്ട്രീയ ചർച്ച, മാധ്യസ്ഥ ചർച്ച, സംഭാഷണത്തിലൂടെ പരിഹാരം എന്നൊക്കെ പറയുന്ന ആശയം, അത് പ്രധാനപ്പെട്ട ആശയമായിരിക്കെ തന്നെ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ അത് സാധ്യമല്ല എന്നുള്ള ഒരു പൊസിഷൻ എടുത്തുകൊണ്ടാണ് ഹമാസ് ഫോം ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തോടുകൂടി ഹമാസിൻ്റെ ആ രൂപീകരണ ആശയം ഉണ്ടല്ലോ, ഹമാസ് ഫോം ചെയ്യപ്പെടാൻ ഇടയായിട്ടുള്ള ആ ആശയം, ആ ആശയ പരിസരം, അത് എഗൻ റീഇൻഫോഴ്സ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഹമാസ് ആയിരുന്നു ശരി, ഇവരോട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല എന്ന ഒരു പബ്ലിക് ഒപ്പീനിയൻ കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത്. രണ്ടാമത് ഇതിൻ്റെ അനുരണനങ്ങൾ എങ്ങനെ ഉണ്ടാവും? നാളെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഖബറടക്ക ചടങ്ങുകൾ വെച്ചിരിക്കുന്നത്. പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ പൊടുന്നതിന് ഇദ്ദേഹത്തിൻ്റെ ഖബറടക്ക ചടങ്ങിന് ശേഷം എന്തെങ്കിലും വലിയൊരു എസ്കലേഷൻ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല. ഒരു ടെൻഷൻ നിശ്ചയമായിട്ടും അവിടെ ഉണ്ടാവും. ഇപ്പോൾ തന്നെ പല എയർലൈൻസും ഇസ്രായേലിലേക്കുള്ള സർവീസുകൾ റദ്ദ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇൻ്റർനാഷണൽ എയർലൈൻസുകൾ എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്യാമെന്ന് അവർ കാത്തിരുന്ന് കാണുന്നുണ്ടാവും. പക്ഷേ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പോപ്പുലാരിറ്റി അറബ് പബ്ലിക്കിനിടയിൽ കൂടുതൽ ശക്തിപ്പെടുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ഹമാസിനെ അത് തളർത്തുകയല്ല, ഈ രക്തസാക്ഷിത്വം തളർത്തുകയല്ല, കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുക. അത് ഒരു സംശയവുമില്ല. ഈ പലസ്തീൻ സ്ട്രഗിളിനോടുള്ള ഈ അവരുടെ കമ്മിറ്റ്മെൻറ്റ്, ഇപ്പോൾ അവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന നേതാക്കന്മാർ ഇവിടെ ഹോട്ടലുകളിൽ താമസിക്കുന്നു, ആളുകളോട് ഫൈറ്റ് ചെയ്യുന്നുള്ളതായിരുന്നു. അത് അങ്ങനെയല്ല, നേതാക്കന്മാർ തന്നെ രക്തസാക്ഷികളായ പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളതെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് അഗൈൻ അവർക്ക് ആവർത്തിക്കാൻ പറ്റി. ഇസ്മായിൽ ഹനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ 56 ആളുകൾ ഇതിനകം കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ട്, അദ്ദേഹത്തിൻ്റെ എക്സ്റ്റൻഡഡ് ഫാമിലി എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകൻ, 2 മക്കൾ ഈ കഴിഞ്ഞ ബലിപെരുന്നാൾ ദിനത്തിലാണ് കൊല്ലപ്പെടുന്നത്. ഒരു പേരക്കുട്ടി ബലിപെരുന്നാൾ ദിനത്തിലാണ് കൊല്ലപ്പെടുന്നത്. അപ്പോൾ നേതാക്കൾ വരെ ജീവത്യാഗം ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണെന്നുള്ള അതിൻ്റെ ഇമേജ് അത് അറബ് ജനതയ്ക്കിടയിൽ അതിനെ കൂടുതൽ സ്വീകാര്യമാക്കുകയാണ് ചെയ്യുക. പിന്നെ ഉണ്ടാകുന്ന ഒരു ഘടകം എന്ന് വെച്ചാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു നേതാവിനെ കൊന്നു എന്നുള്ളത് നെതന്യാഹുവിന് വലിയൊരു പൊളിറ്റിക്കൽ ക്യാപിറ്റൽ തന്നെയാണ്. പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെയാണ് ബാധിക്കുക എന്ന് നോക്കണം. ലോകത്ത് നിരവധി രാജ്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഇന്ത്യ എടുക്കുക. ഇന്ത്യ വളരെ പ്രബലമായിട്ടുള്ള രാജ്യമാണ്. ഇന്ത്യ പ്രബലമായ ഒരു രാജ്യമാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരുപാട് ദൗർബല്യങ്ങളുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമുക്ക് എന്തുമാത്രം ദൗർബല്യങ്ങളുണ്ട്, ബലഹീനതകളുണ്ടെന്ന് പറഞ്ഞാലും എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റ്, നിലനിൽപ്പ് ഭീഷണി എന്ന് പറയുന്നൊരു ത്രെറ്റ് നമുക്കില്ലെങ്കിൽ ലോകത്ത് ഒട്ടുമിക്ക രാജ്യങ്ങൾക്കുമില്ല. നിലനിൽപ്പ് ഭീഷണി നേരിടുക എന്ന് പറയുന്നൊരു അവസ്ഥ, ആ ഭീഷണി നേരിടുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. നമ്മൾ മനസ്സിലാക്കണം. ഈ ഫ്രം ദ റിവർ ടു ദ സീ എന്ന് പറയുന്ന മുദ്രാവാക്യം നോക്കൂ, അതെന്താണ്? അത് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നൊരു മുദ്രാവാക്യമാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് ഭീഷണിയും കൂടുതൽ അപകടത്തിലേക്ക്, കൂടുതൽ ഗൗരവത്തിലേക്ക് പോവുകയാണ്. കാരണം ഈ ഹനിയയുടെ കൊലപാതകത്തോടുകൂടി എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ സാധാരണഗതിയിലുള്ള ഡിപ്ലോമാറ്റിക് ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റിക് മാനോവർ സാധ്യമല്ലാത്തൊരു രാജ്യമാണ് എന്നുള്ള വിചാരം ശക്തിപ്പെടുകയും, ദ വെരി പ്രസൻസ് ഓഫ് ഇസ്രായേലിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് തന്നെ അറബ് ലോകത്ത് അപകടമാണ് എന്ന ചിന്ത അറബ് ജനതയ്ക്കിടയിൽ വർദ്ധിക്കുകയാണ്. അറബ് ജനതയ്ക്ക് മാത്രമല്ല, ഫലസ്തീനൊപ്പം നിൽക്കുന്ന ആളുകൾക്ക്. ഇപ്പം തുർക്കി വളരെ ശക്തമായ പൊസിഷൻ എടുക്കുന്നു. ഇസ്രായേലിലേക്ക് ഇൻവേഷൻ നടത്തുമെന്നാണ് ടർക്കിഷ് പ്രസിഡന്റ് പ്രസ്താവിച്ചിരിക്കുന്നത്. അദ്ദേഹം ആ പ്രസ്താവനയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിൽ ഗെയിൻ ചെയ്യാനുള്ള കണ്ണൊക്കെ ഉണ്ടാവും. പക്ഷേ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യണം, റിവഞ്ച് എന്ന് പറയുന്ന ഫീല് മുമ്പത്തേക്കാൾ ശക്തിപ്പെടുകയാണ്. അപ്പോൾ അങ്ങനൊരു റിവഞ്ചിന് ആരെങ്കിലും മുന്നിട്ടിറങ്ങിയാൽ അവർക്ക് അതിഭയങ്കരമായ സപ്പോർട്ട് ലഭിക്കുന്ന ഒരു സാമൂഹിക മനസ്സ് ആ മേഖലയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ കൂടുതൽ അപകടത്തിൽപ്പെടുത്തുകയാണ് ചെയ്യുന്നത്.
ഇനി ഇതിലെന്തെങ്കിലും എസ്കലേഷൻ ഗുരുതരമായ സാഹചര്യം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഞാൻ അതിനെ കാണുന്നത് ഈ നവംബറോടുകൂടി അമേരിക്കൻ ഇലക്ഷൻ നടക്കുകയാണ്. നവംബറിൽ അമേരിക്കൻ ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ജാനുവരിയിലാണ് പുതിയ ലീഡർഷിപ്പ് വരിക. ഈ നവംബർ മുതൽ ജനുവരി എന്നുള്ള കാലം എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരുതരം പവർ വാക്വം നിലനിൽക്കുന്ന, അധികാരശൂന്യത നിലനിൽക്കുന്ന ഒരു കാലമാണ്. കെയർ ടേക്കർ ഉണ്ടാവും. ഞാൻ പറയുന്നത് എനിവേ ഒരു സാധാരണ ഒരു നോർമൽ കണ്ടീഷനിലായിരിക്കില്ല. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പ്രസിഡന്റ് നമ്മൾ കാണും. 2020 ഈ അസർബൈജാൻ അർമീനിയ യുദ്ധം ഉണ്ടാകുന്നുണ്ട്. അതിൽ അസർബൈജാൻ വളരെ ഡിസൈസീവ് ആയിട്ടുള്ളൊരു വിക്ടറി അർമീനിയക്ക് മേൽ നേടുന്നു. വെച്ചാൽ നാഗർണോ കറാബാക്ക് എന്ന് പറയുന്ന പ്രദേശം, നേരത്തെ അർമീനിയയുടെ കയ്യിലിരുന്ന പ്രദേശം അവർ തിരിച്ചു പിടിക്കുകയാണ്. ഈ യുദ്ധം നടന്ന സമയം ശ്രദ്ധിക്കണം. അമേരിക്കയിലെ പ്രസിഡന്റ് ഇലക്ഷൻ നടന്നതിന് ശേഷമാണ് യുദ്ധം നടക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഇൻ്റർനാഷണൽ കോൺഫ്ലിക്റ്റിൽ സാധാരണഗതിയിൽ അമേരിക്ക നേരിട്ട് പോയി ഇടപെടാറുണ്ട്. പക്ഷേ ആ സമയത്ത് അമേരിക്ക ഇടപെട്ടിട്ടില്ല. അങ്ങനെ ഒരു വിദേശ മണ്ണിൽ പോയി ഒരു കോൺഫ്ലിക്റ്റിൽ ഇടപെടാനുള്ളൊരു പൊളിറ്റിക്കൽ ബിൽ ആ ഒരു സമയത്ത് ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ സമയം വരെ അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷൻ വരെയുള്ള ആ ഒരു സമയം വരെ ഒരു ലോ ലെവൽ പ്രഷർ ഇസ്രായേൽ ഇറാൻ, ഇസ്രായേൽ തുർക്കി, ഇസ്രായേൽ ഹിസ്ബുള്ള അവയ്ക്കിടയിൽ നിലനിൽക്കുകയും ക്രമേണ ഇതിൽ കൂടുതൽ ശക്തിപ്പെടുകയും നവംബറിന് ശേഷം വലിയ എസ്കലേഷനിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ലോകരാഷ്ട്രീയത്തിൽ തന്നെ പലതരത്തിലുള്ള സ്ട്രക്ചറൽ ചേഞ്ചസ്, ഘടനാപരമായ മാറ്റങ്ങൾ തുടക്കം കുറിക്കുന്ന ഒരു സംഭവമായിട്ടത് മാറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജിംസ്, ഒക്ടോബർ 7 ശേഷം ഉണ്ടായ ഒരുപാട് സംഭവങ്ങൾ, 10,000-കണക്കിന് ഫലസ്തീനികൾ മരിച്ചു. ഏറ്റവും ഒടുവിൽ ഹമാസിൻ്റെ ഈ പ്രമുഖരായ 2 നേതാക്കൾ മരിച്ചു. അതൊരു മണ്ടത്തരമായി എന്ന് ഹമാസിന് തോന്നി തുടങ്ങിയിട്ടുണ്ടാവുമോ? പിന്നെ നൗഫൽ ആ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ട്. കാരണം ഒക്ടോബർ 7 മുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യാറുള്ളൊരു വിഷയം തന്നെയാണ്. അപ്പോൾ ഇന്നലെ ദാവൂദ് സാഹിബ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് കുറേ പേര് എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇന്നലെ ദാവൂദ് സാഹിബ് ഇല്ലായിരുന്നത്, ഇദ്ദേഹം മരിച്ച സമയത്ത് എന്നോട് പലരും ചോദിച്ചു. ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഹമാസിന് അങ്ങനെ ഒരു തോന്നലുണ്ടാവേണ്ട ഒരു കാര്യവുമില്ല. എന്ന് മാത്രമല്ല, ഈ നേതാക്കൾ വധിക്കപ്പെടും എന്ന് ഉറപ്പുള്ള ആളുകളാണ് അവർ വധിക്കപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ മക്കൾ ഈ ഒരു ഈദ് ദിനത്തിലാണ് കൊല്ലപ്പെടുന്നത്, അല്ലേ? വലിയ പെരുന്നാളിന്. അപ്പോൾ ആ കൊല്ലപ്പെടുന്ന സമയത്ത് ഇസ്മായിൽ ഹനിയ ആ സമയത്ത് ദോഹയിലൊരു ആശുപത്രിയിൽ ഫലസ്തീനിൽ നിന്നും പരിക്കേറ്റ ആളുകൾ അവിടെ ആശുപത്രിയിൽ ചികിത്സിക്കുന്നുണ്ട്. അപ്പോൾ അവരെ കാണാൻ വേണ്ടി വരുമ്പോഴാണ് ഈ വാർത്ത വരുന്നത്. അപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നത് പടച്ചോൻ്റെ കരുണ അവരുടെ മേലുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആ വാർത്തയോട് പ്രതികരിക്കാൻ പോലും നിൽക്കാതെ അദ്ദേഹം ഇവരുടെ അടുത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എൻ്റെ കുടുംബാംഗങ്ങളുടെ രക്തസാക്ഷിത്വം അല്ല വിഷയം, അതിലും വലിയ വിഷയങ്ങളാണ് ഫലസ്തീൻ കോസ് എന്നാണ് അദ്ദേഹം അവിടെ നിന്ന് പറയാതെ പറയുന്നത്. അതിൻ്റെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ആദ്യമായി കൊല്ലപ്പെടുന്ന ഹമാസ് നേതാവല്ല ഇദ്ദേഹം. ഈ ഖസാം ബ്രിഗേഡിൻ്റെ ആദ്യത്തിലുണ്ട് യഹിയ അയ്യാഷ് മുതൽ ഹമാസിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്ന അഹമ്മദ് യാസിൻ മുതൽ അബ്ദുൽ അസീസ് റന്തീസ് മുതൽ ഇവരുടെ കൊലപാതകം. ഇപ്പോൾ അതിൻ്റെ ഒരു സ്ഥാപക നേതാവാണല്ലോ അഹമ്മദ് യാസിൻ. അദ്ദേഹത്തെ കൊന്നത് ഒരു ലാൻഡ് മാർക്കാണ്, ഹമാസിൻ്റെ പൊളിറ്റിക്കൽ കരിയറിലൊരു ലാൻഡ് മാർക്കാണ് അതിൻ്റെ സ്ഥാപക നേതാവിനെ മിസൈൽ അയച്ചു കൊല്ലുക എന്നുള്ളത്. അതിനുശേഷമുള്ള ഹമാസാണോ ശക്തം, അതിനു മുമ്പുള്ള ഹമാസാണോ ശക്തം? അഹമ്മദ് യാസിൻ്റെ മരണശേഷം ഹമാസ് വലിയ തോതിൽ എന്താണ് പറയുക, അവർ എക്വിപ്ഡ് ആവുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഈ ടണൽ സിസ്റ്റമൊക്കെ ഉണ്ടായത്. അതിനുശേഷമാണ് അവർക്ക് ആധുനിക ആയുധങ്ങൾ, അതിനു മുമ്പുള്ള അവരുടെ ആയുധങ്ങളെപ്പറ്റി പലരും പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് വളത്തിന് വേണ്ടി കൊണ്ടുവരുന്ന അമോണിയം നൈട്രേറ്റ് ഉപയോഗിച്ചാണ് അവർ മിസൈൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതിനുശേഷം അവർ എക്വിപ്ഡ് ആവുകയാണ് ചെയ്തത്. അവരവരുടെ പ്രവർത്തന മേഖല ഗാസയ്ക്ക് അപ്പുറത്തേക്ക് ഡിപ്ലോമാറ്റിക് മിഷനുകൾ തുടങ്ങുന്നു, അവർ പുറത്ത് വ്യാപിക്കുന്നു. അവർ ഒക്ടോബർ 7 പോലുള്ള അറ്റാക്ക് ചെയ്യാൻ അവർ ക്യാപ്പബിൾ ആവുന്നു. അപ്പോൾ നേതാക്കളെ കൊന്നുകൊണ്ട് അതിനെ വീക്കൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഇസ്രായേലിലെ തന്നെ ഡിപ്ലോമാറ്റ്സിന് അറിയാം, ഇസ്രായേലിലെ തന്നെ രാഷ്ട്രീയകാര്യ വിദഗ്ധർ അറിയാം. നേതാക്കളെ കൊന്നും ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു ആശയമല്ല ഹമാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടൊരു സത്യമാണ്. അതുകൊണ്ട് ഒക്ടോബർ 7 മോശമായി പോയി. ഒക്ടോബർ 7 നടത്തുമ്പോൾ നൗഫൽ വിചാരിക്കുന്നുണ്ടോ ഇത് അവിടെ പോയി അടിച്ചിട്ട് തിരിച്ചു വന്ന് സുഖമായിട്ടിരിക്കാമെന്ന് ഹമാസ് കരുതി കാണുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമല്ല. അതൊരു അനന്തമായ യുദ്ധത്തിനുള്ള തുടക്കമാണെന്ന് അറിഞ്ഞു തന്നെയാണ് അവരത് ചെയ്യുന്നത്. ഇസ്രായേലിൻ്റെ ടെറിട്ടറി പോയി ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അനന്തമായ യുദ്ധത്തിലേക്കുള്ള തുടക്കമാണെന്ന് അവർ അറിഞ്ഞു തന്നെ ചെയ്യുന്നതാണ്. അത് എന്താണ് പിന്നീട് സംഭവിക്കാൻ പോകുന്നത് അവർക്ക് തൊട്ട് കഴിഞ്ഞ 10-15 വർഷത്തെ ചരിത്രമുണ്ട്. 2007 ഗസയിൽ 2007 മുതൽ ഗസയ്ക്ക് മേൽ എത്ര തവണയാണ് വ്യോമാക്രമണം നടത്തിയിട്ടുള്ളത്. വ്യത്യസ്ത ഓപ്പറേഷനുകളുടെ പേരിട്ടിട്ട് സിവിലിയൻസിൻ്റെ മേൽ എത്ര പേര് ബോംബിട്ടുണ്ട്. അപ്പോൾ അത് നടക്കും, അത് സംഭവിക്കാൻ പോവുകയാണ്. തങ്ങളിൽ തന്നെ തങ്ങളുടെ ലീഡേഴ്സ് തന്നെ പലരും രക്തസാക്ഷിയാകാൻ പോകണമെന്ന് അറിഞ്ഞ് തന്നെ ചെയ്യുന്ന കാര്യമാണത്.
ഇതിലെ വിഷയം അതല്ല. ഈ ഹമാസ് എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളതല്ല ഇതിലെ പ്രശ്നം. അപ്പോൾ ഈ ഒരു അറ്റാക്കോടി ഹമാസ് സമാധാന ചർച്ചയിൽ നിന്ന് പിന്മാറുമെന്ന് വെച്ചാൽ അവർ സമാധാന ചർച്ചയിൽ നിന്ന് പിന്മാറില്ല. അവരൊരു പുതിയ ആളെ വരും. മിക്കവാറും ഖാലിദ് മിഷൽ തന്നെ ആയിരിക്കും ആ സ്ഥാനത്തേക്ക് വരാൻ സാധ്യത. അവർ ഈ നെഗോഷിയേഷനുമായിട്ട് മുന്നോട്ട് പോകും. അവരുടെ നിലപാട് ഞങ്ങളുടെ നേതാക്കളെ കൊണ്ടുവന്ന ഇസ്രായേലുമായിട്ട് ചർച്ചയില്ല എന്നുള്ളതല്ല. അവരുടെ ഒരു പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ നിലപാടാണ്. ഇവിടെ പ്രശ്നം അതല്ല. ഇത് ഞാൻ മുമ്പൂടെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഈ യുദ്ധം 2024 തീരില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു, പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടുതൽ സ്പൈറലിംഗ് ആയിക്കൊണ്ടിരിക്കാൻ പോവാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉള്ളത് ഇറാനാണ്. ഇപ്പോൾ ഇറാൻ്റെ അവസ്ഥ നോക്കുക. 2020 ജോ ബൈഡൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഇറാനുമായി ന്യൂക്ലിയർ ഡീൽ പുനരാരംഭിക്കും എന്ന് ജോ ബൈഡൻ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇറാൻ്റെ തന്നെ ഫാദർ ഓഫ് ന്യൂക്ലിയർ വെപ്പൺ, ഇറാൻ്റെ ഫാദർ ഓഫ് ന്യൂക്ലിയർ വെപ്പൺ, അതായത് മുഹ്സിൻ ഫക്രിസാദ് അയാളെ കൊല്ലുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അന്ന് മറ്റേ ഒരു റിമോട്ട് ഗൺ ഉപയോഗിച്ചിട്ടാണ് കൊല്ലുന്നത്. അവരുടെ ടെറിട്ടറിയിൽ തന്നെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇറാൻ്റെ ടെറിട്ടറിയിൽ കിടന്നതിലാണ്. അതിലും എത്രയോ ഗൗരവമുള്ള സംഭവമാണ് അവരുടെ പ്രസിഡന്റ് സ്ഥാനാരോഹണത്തിൻ്റെ ചടങ്ങിൽ അവരുടെ ഒരു ഡെലിഗേറ്റായിട്ട് വരുന്ന ഹമാസിൻ്റെ നേതാവിനെ അവരുടെ ടെറിട്ടറിയിൽ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചാണ് ഇത് എംബറാസ്മെൻറ്റ്. കാരണം ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഒരേ സമയം അമേരിക്കയോട് രാഷ്ട്രീയമായും ഇസ്രായേലിനോട് ഒരു പ്രോക്സി വാർ നടത്തിക്കൊണ്ടിരുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു രാജ്യത്ത് ഒന്ന് ആലോചിക്കുക, നൗഫൽ തന്നെ ആലോചിക്കുക, പുറത്തുനിന്ന വാർത്തകൾ ഐസിസ് ഭീകരാക്രമണം നടത്തി അവർ 100 പേരെ കൊല്ലുന്നു, അവരുടെ സൈനിക കമാൻഡറെ പലയിടത്ത് വധിക്കുന്നു. അവരുടെ പ്രസിഡന്റ് കഴിഞ്ഞ മെയിലാണല്ലോ മരിച്ചത്, ഹെലികോപ്റ്റർ. ആ പ്രസിഡന്റിൻ്റെ കുടുംബാംഗങ്ങൾ വിശ്വസിക്കുന്നത് ഇസ്രായേലിൻ്റെ അസാസിനേഷൻ ആണെന്നാണ്. അത് ഇറാൻ ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ വിചാരിക്കുന്നത് അത് ഇറാൻ്റെ അസാസിനേഷനാണ്, അത് വെറുതെ ഇതല്ല, ഇസ്രായേലിൻ്റെ അസാസിനേഷനാണെന്നാണ്. അത് അങ്ങനെ വിശ്വസിക്കുന്ന ധാരാളം ഇറാനികൾ ഇറാനിലുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. ഇത് അവരുടെ ഒരു ഡെലിഗേറ്റിനെ അവരുടെ ടെറിട്ടറിയിൽ കൊല്ലുവാണ്. അതും അദ്ദേഹം താമസിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് പാലസിനോട് ചേർന്നൊരു ഓഫീസ് കെട്ടിടമാണ്. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ്? ഇറാൻ്റെ ഇൻറ്റേർണൽ അപ്പാരറ്റസിൽ മൊസാദിന് സ്വാധീനമുണ്ടെന്നാണ്. എങ്ങനെയാണ് ഇസ്മായിൽ ഹനിയ അവിടെ താമസിക്കുന്നുള്ള ഇസ്രായേൽ അറിയുന്നു? അങ്ങനെയുണ്ടല്ലോ, മൊബൈലിൻ്റെ GPS ഉപയോഗിച്ച് ഇസ്രായേൽ കണ്ടെത്തിയതാണോ? അല്ലല്ലോ. അതായത് മൊസാദിന് ഇറാനകത്ത് സ്വാധീനമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒന്നാണ്. അത് അവരെ സംബന്ധിച്ച് നാണക്കേടാണ്. ഇപ്പോൾ നേരത്തെ അവർ വീമ്പിളക്കാറുണ്ടായിരുന്നു, മൊസാദിൻ്റെ സ്വാധീനങ്ങൾ ഞങ്ങൾ ഇല്ലാതാക്കി, ഞങ്ങൾ സുരക്ഷിതരാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ നിരന്തരം അവരുടെ പ്രസിഡന്റ് ഹെലികോപ്റ്റർ അപകടത്തിൽ മരിക്കുന്നു, അവരുടെ അതിഥിയായി എത്തുന്ന ഒരാൾ അതിനകത്ത് മരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ച് അവരുടെ ഇൻറ്റേർണൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ എളുപ്പം ബ്രീച്ച് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഇസ്രായേലിനെ എന്ന് വരികയാണ്. അപ്പോൾ ഇത് ഒരു വലിയ നാണക്കേട് അതിനകത്തുണ്ടാക്കുന്നുണ്ട്. ആ നാണക്കേട് ഏറ്റവും കൂടുതൽ വരിക ഈ ഹനിയ താമസിച്ചിരുന്ന പാലസിൻ്റെ പുറത്ത് കാവൽ നിന്നത് ഇറാൻ റവല്യൂഷണറി ഗാർഡാണ്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ മിലിറ്ററി അപ്പാരറ്റസിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന വിഭാഗമാണ്. അവർ നേരിട്ടാണ് ഇദ്ദേഹത്തിന് സുരക്ഷ കൊടുത്തിട്ടുള്ളത്. അവരിതിനെന്ത് മറുപടി പറയും? അപ്പോൾ ഇറാൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ കാലുഷ്യങ്ങൾക്ക് ഈ ഒരു സംഭവം വഴിവെക്കും. IRGS ഉൾപ്പെടെയുള്ള ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ഉൾപ്പെടെയുള്ള അവരിതിന് മറുപടി പറയേണ്ടി വരും. ഇനി ഈ നാണക്കേട് മറികടക്കാൻ ഒരുപക്ഷെ പ്രസിഡന്റ് കൊല്ലപ്പെട്ടതിനേക്കാൾ വലിയ നാണക്കേടാണിത്. ഇത് മറികടക്കാൻ ഇനി എന്താണ് ഇറാൻ ചെയ്യാൻ പോവുക? ഇറാനെ സംബന്ധിച്ച് ചെയ്യാൻ കഴിയാന്നുള്ള ഈ പ്രോക്സി വാർ ശക്തമാക്കുക എന്നുള്ളതാണ്. ഒരു വശത്ത് ഹിസ്ബുള്ളയുടെ ഒരു പ്രധാനിയെ കൊന്നു കഴിഞ്ഞു, ഇവിടെ ഇത് കൊന്നു കഴിഞ്ഞു. ഈ പ്രോക്സികളെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന് മേൽ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇറാൻ ഈ നാണക്കേട് മറികടക്കാനുള്ള മാർഗ്ഗം. അങ്ങനെ ചെയ്താൽ ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അമേരിക്കയുടെ സപ്പോർട്ടുണ്ട്. അമേരിക്കയുടെ ഒരു ബാക്ക് സപ്പോർട്ടോട് വേണം അവർ യുദ്ധം ചെയ്യുക. ഇപ്പോൾ ഇറാൻ കളത്തിലേക്ക് നേരിട്ട് ഇറങ്ങുന്നില്ല. ഇനി പ്രോക്സി വാർ എന്നെ ശക്തിയാക്കിയാൽ പോലും ഒരു പക്ഷേ വരുന്ന അമേരിക്കൻ ഇലക്ഷൻ കഴിഞ്ഞ് ആരാണ് വരുന്നത്? ട്രംപ് വരാനാണ് കൂടുതൽ സാധ്യത. ട്രംപ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സപ്പോർട്ട് അവർക്ക് കിട്ടും. ഇനി കമലാ ഹാരിസിൻ്റെ നയം മാറ്റുക എന്നുള്ള ഇസ്രായേലിൻ്റെ വേറെ ലക്ഷ്യമായിരിക്കും. എങ്കിൽ പോലും അതൊരു വലിയ യുദ്ധത്തിലേക്ക് പോവുകയാണ്. നമ്മൾ വിചാരിക്കുന്ന ഒരു യുദ്ധം അല്ലാതെ, നമ്മൾ ഇതുവരെ കണ്ട യുദ്ധമായിരിക്കില്ല. ഇതുവരെ നമ്മളൊരു പ്രോക്സി വാർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇപ്പോൾ ഹിസ്ബുള്ളയാവട്ടെ, ഹൂത്തികളാകട്ടെ, ഇറാൻ തന്നെയുമാകട്ടെ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ലഘുവായ ആക്രമണമാണ് ഇസ്രായേലിൻ്റെ മേൽ നടത്തിയിട്ടുള്ളത്. ഇസ്രായേലിന് ഈ പറയുന്ന എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, അവർക്ക് ഫൈറ്റർ ജെറ്റുകളുണ്ട്, മറ്റു പലതരത്തിലുള്ള മിലിറ്ററി ഇൻ്റലിജൻസ് സംവിധാനങ്ങളുണ്ടെങ്കിൽ പോലും ആർമി, അതായത് ഗ്രൗണ്ടിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന ആർമിയുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പ്സിൻ്റെയും എണ്ണം എടുക്കുമ്പോൾ ഇസ്രായേൽ അത്ര ഇല്ല. അങ്ങനെ ഒരു യുദ്ധം വന്നാൽ ഇസ്രായേലിന് എത്ര നാൾ പിടിച്ചേക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ആശങ്കയുള്ളവരാണ് ഇസ്രായേൽ മിലിറ്ററി, IDF. അത് നെതന്യാഹു അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, പക്ഷേ IDF അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അത്തരം ഒരു ലാർജ് സ്കെയിൽ യുദ്ധത്തിലേക്ക് പോയാൽ ഇസ്രായേലിന് എത്ര നാൾ നിൽക്കാൻ കഴിയും? അപ്പോൾ കുറേ പോയിട്ട് ഇപ്പോൾ ലെബനാനിലും ഇറാനിൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിലൊക്കെ പോയി ബോംബിടാൻ കഴിഞ്ഞേക്കാം. പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേൽ എത്ര നിലനിൽക്കും? പിടിച്ചു കാണുമല്ലോ.
അപ്പോൾ അത്തരമൊരു വാറിലേക്ക് പോകാനുള്ളൊരു ഇൻറ്റൻഷൻ പ്രകടിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ നെതന്യാഹു ചെയ്തത്. ഈ നെതന്യാഹു ചെയ്തതിനെ ട്വിറ്ററിൽ ഒരാൾ വിശേഷിപ്പിച്ചത്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നു, ഒരു ഇസ്രായേലി തന്നെയാണ്. ഈ സൗത്ത് ആഫ്രിക്കയിലെ അപ്പാർത്തൈഡ് ഭരണകൂടം ഉണ്ടല്ലോ, 48 മുതൽ 93 വരെ നിലനിന്ന ആ വർണ്ണവിവേചന ഭരണകൂടം, വെള്ളക്കാരുടെ ഭരണകൂടം. ആ ഭരണകൂടത്തിൻ്റെ അവസാന കാലത്ത് അവർ ഇങ്ങനെയായിരുന്നു പെരുമാറുന്നതാണ് പറയാം. അവർ അങ്കോളയിൽ പോയിട്ട് സർക്കാരിനെ അട്ടിമറിക്കുന്നു, നമീബിയയിൽ ഒരു പാവ സർക്കാരിനെ കൊണ്ടുവരുന്നു, അങ്ങനെ സമീപ രാജ്യങ്ങളിലെല്ലാം പോയിട്ട് കുഴപ്പമുണ്ടാക്കുന്നു, അങ്ങനെ ആ സർക്കാർ അസ്തമിക്കുന്നു. അതിനോടാണ് ഇതിനെ താരതമ്യം ചെയ്യുന്നവർ. ഇത് ഒരു ഒരു രാജ്യം, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് നേരിടുന്ന ഒരു രാജ്യമായിരിക്കെ ഇത്രയും ഗൗരവമുള്ള, ഇതിപ്പോൾ ഇയാളെ കൊല്ലണമെങ്കിൽ, ഇപ്പോൾ ഹനിയെ കൊല്ലണമെങ്കിൽ അവർക്ക് ദോഹയിലാവാമായിരുന്നു. പക്ഷേ ഇറാനിൽ എന്തുകൊണ്ട് പോയി കൊല്ലുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ പ്രധാനം. അദ്ദേഹം പല സ്ഥലത്തും യാത്ര ചെയ്യുന്ന ആൾ, ചൈനയിൽ ബീജിങ്ങിൽ വന്നിരുന്നു, ബീജിങ്ങിൽ വന്നു പോയ ആളാണ്, ബീജിങ്ങിൽ പോകാറുണ്ട്, റഷ്യയിൽ പോകാറുണ്ട്, ആളൊരു ഡിപ്ലോമാറ്റാണ്. അപ്പോൾ അയാൾ എവിടെയൊന്നും പോയിട്ട് കൊല്ലാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇറാനിൽ കൊന്നു ചോദിച്ചാൽ അതൊരു ഇറാനെ പ്രകോപിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ഇറാൻ്റെ പ്രസിഡൻറ്റിനെ കൊല്ലുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നമാണ് ഹനിയ ഇറാനിലിരിക്കെ ഹനിയെ കൊല്ലുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബുദ്ധിപരമായ നീക്കമാണെന്ന് ചോദിച്ചാൽ ഇതൊട്ടും ബുദ്ധിപരമായ നീക്കമേ അല്ല നെതന്യാഹുവിനെ സംബന്ധിച്ച്. കാരണം അങ്ങനൊരു സ്പൈറലിംഗ് വാർ വന്നു കഴിഞ്ഞാൽ, ഈ പറയുന്ന പ്രോക്സികളൊക്കെ ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് ഇതൊന്നുമല്ല, അതൊരു ലോക യുദ്ധത്തിലേക്ക് തന്നെ പോകും. കാരണം ലോകമഹായുദ്ധത്തിലേക്ക് തന്നെ പോകും. ഇറാനൊക്കെ ഡയറക്റ്റ് ഇടപെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ അതിൽ ആര് ജയിക്കും, ഇറാൻ ജയിക്കും, ഇസ്രായേൽ ജയിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയല്ല എൻ്റെ പ്രശ്നം. ആര് ജയിക്കും എന്നുള്ളതല്ല പ്രശ്നം. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ ഭൂപടങ്ങൾ മാറ്റി വരയ്ക്കപ്പെടും, പുതിയ രാജ്യങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഇല്ലാതാകും. അത് ഏത് രാജ്യം നമുക്ക് പറയാൻ കഴിയില്ല. ഭൂപടങ്ങൾ മാറ്റി വരയ്ക്കപ്പെടുന്ന ഒരു യുദ്ധമാണ് ഇനി വരാൻ പോകുന്നത്. യെസ്, ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർത്തിയാവുന്നു. നമസ്കാരം.